ഫാസിസത്തിനും ഫാസിസ്റ്റ് പ്രവണതകൾക്കും എതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടം നടന്ന ലോകത്ത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ജൂൺ 25. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടന്നത് അന്നാണ്. അതിൻ്റെ 50-ാം വാർഷികമാണ് ഈ ജൂൺ 25-ന് നടത്താൻ പോകുന്നത്. ഈ സാഹചര്യത്തിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനം ഇന്നത്തെ പരിസ്ഥിതിയിൽ ആചരിക്കുക എന്നുള്ളത് ഫാസിസ്റ്റ് പ്രവണതകൾ കൈകാര്യം ചെയ്യുന്ന ഭരണകൂട സംവിധാനത്തിനെതിരായിട്ടുള്ള കരുതലോടുകൂടിയുള്ള ഒരു ഇടപെടലാണ്. അതുകൊണ്ട് ജൂൺ 25-ന് അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനമായി ആചരിക്കാനും അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലയിലും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ പഠന ഗവേഷണ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ ആസൂത്രണം ചെയ്യാനും അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങളിൽ മർദ്ദനങ്ങൾ അനുഭവിക്കുകയും കൽത്തുറുങ്കിൽ അടക്കപ്പെടുകയും ചെയ്തിട്ടുള്ളവരെ ആദരിക്കുകയും ചെയ്യുന്നൊരു പരിപാടി ജില്ലാതലത്തിൽ സംഘടിപ്പിക്കാൻ സാധിക്കണമെന്നാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ 50 വർഷം കഴിയുന്ന ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയും നവഫാസിസ്റ്റ് പ്രവണതകൾ കോർപ്പറേറ്റ് താൽപ്പര്യമനുസരിച്ച് വർഗീയ ധ്രുവീകരണത്തിലൂടെ അമിതാധികാര വാഴ്ച നടത്താൻ മോഡി ഗവൺമെൻറ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന രീതിയിലാണ് ഞങ്ങളിതിനെ കാണുന്നത്. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സംരക്ഷണ ദിനമായി ഈ 50-ാം വാർഷിക ദിനാചരണം മാറും എന്നാണ് ഞങ്ങൾ കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ദിവസം മെയ് 9-ാം തീയതിയാണ്. മെയ് 9 ലോകചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അന്നത്തെ ദിവസം പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ തന്നെയും പ്രധാനമായിട്ടും പഠന ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. നേരത്തെ എല്ലാ വിഭാഗങ്ങളുമായി ചേർന്നുകൊണ്ടാണ് ഞാൻ അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനം ആചരിക്കും എന്ന് പറഞ്ഞത്. ഇത് പഠന ഗവേഷണ കേന്ദ്രങ്ങളുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ലോകത്ത് ജനാധിപത്യ സംവിധാനങ്ങൾ നിലനിൽക്കുന്നതിന് കടപ്പെട്ടിരിക്കുന്നത് അന്നത്തെ ഈ വിജയം നേടുന്നതിന് നേതൃത്വപരമായ പങ്കുവഹിച്ച സോവിയറ്റ് ചെമ്പടയോടാണ്. 2 കോടിയോളം വരുന്ന ജനതയുടെ ജീവിത രക്തത്തിന് അല്ലെങ്കിൽ ജീവിതം തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് ഫാസിസത്തെ തകർത്തെറിയാൻ ജനാധിപത്യം സംരക്ഷിക്കാൻ സാധിച്ചത്. ഇന്ത്യ രാജ്യത്ത് ഫാസിസ്റ്റ് അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന വർത്തമാന കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ ഈ പോരാട്ടത്തിന് രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കൻ ആധിപത്യം ലോകത്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ അമേരിക്കയുടെ ആധിപത്യത്തെ പ്രതിരോധിച്ചുകൊണ്ട് മൂന്നാം ലോകരാജ്യങ്ങൾക്ക് അത്താണിയായി മാറാൻ സാധിച്ച സോവിയറ്റ് റഷ്യയുടെ ചരിത്രം യഥാർത്ഥത്തിൽ ആവേശകരമായിരുന്നു എന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പ്രാധാന്യം കൂടി വ്യക്തമാക്കും വിധം നവഫാസിസ്റ്റ് പ്രവണതകൾ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള
പരിപാടിയുടെ ഭാഗമായി ഈ പരിപാടി സംഘടിപ്പിക്കാനാവണം എന്നാണ് മെയ് 9 പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് ജനങ്ങൾക്ക് സമർപ്പിച്ചു എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന കാഴ്ചപ്പാട് ശക്തിപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിട്ട് ഇത് മാറുകയും ചെയ്തു. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ക്ഷേമ പെൻഷനുകളും അവിടെ തന്നെ വിദ്യാഭ്യാസവും ആരോഗ്യവും വീടും തൊഴിലവസരങ്ങളുമെല്ലാം സൃഷ്ടിക്കുന്ന വിവിധ തരത്തിലുള്ള വികസന കാഴ്ചപ്പാടാണ് LDF സർക്കാർ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. അത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം കൂടുതൽ ശക്തമായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കണമെങ്കിൽ സമ്പദ്ഘടന ഫലപ്രദമായിട്ട് ചലിക്കേണ്ടതുണ്ട്. അത്തരമൊരു സവിശേഷ സാഹചര്യമാണ്, ആ പശ്ചാത്തലമാണ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പദ്ധതിയിലൂടെ നമ്മൾ ലക്ഷ്യം വെച്ചത്. നാഷണൽ ഹൈവേയുടെ വികസനത്തിലൂടെ റോഡ് ഗതാഗത രംഗം നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല, മലയോര ഹൈവേ, തീരദേശ ഹൈവേ ഇതെല്ലാം ഏതാണ്ട് പൂർത്തീകരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തുറമുഖത്തിൻ്റെ കാര്യത്തിലും തുടർച്ചയായ മുന്നേറ്റം തന്നെയാണ് നമ്മൾ മുന്നോട്ടേക്ക് വെച്ച ലക്ഷ്യം. ലോകോത്തരമായ തുറമുഖമെന്ന നിലയിൽ വിഴിഞ്ഞം തുറമുഖം മാറുകയും അത് നമുക്കറിയാം, ലോകത്ത് തന്നെ ശ്രദ്ധേയമായ ഒന്നായിട്ട് മാറുന്നതിന് ചില പ്രധാനപ്പെട്ട പ്രത്യേകതകളുണ്ട്. ഒന്ന്, സ്വാഭാവികമായിട്ട് ഏതാണ്ട് 20 മീറ്റർ ആഴം ഇതിനുണ്ട്. സിംഗപ്പൂരിന് സമാനമായ സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. 2000 മീറ്റർ ബർത്തിൽ ഒരേ സമയം 5 വലിയ കപ്പലുകൾക്ക് അടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള സൗകര്യം ഇവിടെ ഉണ്ടാക്കുകയാണ് ഉദ്ദേശം. അങ്ങനെ ലോകത്തിലെ പ്രധാന ചരക്ക് ഗതാഗത കേന്ദ്രമായി വിഴിഞ്ഞം മാറാൻ പോവുകയാണ്. ആഗോള ചരക്ക് നീക്കത്തിൻ്റെ 40% നടക്കുന്ന ഏഷ്യ യൂറോപ്പ് രാജ്യാന്തര കപ്പൽ പാത, കപ്പൽ താര ഏറ്റവും അടുത്ത് നിൽക്കുന്ന തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. ഒരു കപ്പലിൽ നിന്ന് ചരക്ക് മറ്റൊരു കപ്പലിലേക്ക് കയറ്റുന്നതിനും ഇറക്കുന്നതിനും ഓട്ടോമാറ്റിക്കായിട്ടുള്ള സൗകര്യമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് വളരെ വേഗം ചരക്ക് കയറ്റാനും ഇറക്കാനും സാധിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള സൗകര്യങ്ങളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖവും യഥാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖമാണ്. ഇനി ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള വളർച്ച കേവലമായിട്ടുള്ള തുറമുഖത്തിൻ്റെ ഇറക്കും കയറ്റും മാത്രമല്ല, അത് ഉപയോഗിച്ചുകൊണ്ടുള്ള പശ്ചാത്തല സൗകര്യ വികസനമാണ്. ആ വികസനത്തോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ലോജിസ്റ്റിക് ഉൾപ്പെടെയുള്ള മേഖലയിലുള്ള നമ്മുടെ വളർച്ചയും, ടൗൺഷിപ്പ്, ഹെൽത്ത് ടൂറിസം ഉൾപ്പെടെ, അതുപോലെ തന്നെ കാട്ടാക്കട ഗ്രീൻ ആൻഡ് സ്മാർട്ട് ഇൻഡസ്ട്രിയൽ ക്ലബ്ബ്, കിളിമാനൂരിലും കല്ലമ്പലത്തും ആഗ്രോ ആൻഡ് ഫുഡ് പ്രോസസ്സിംഗ് ഹബ്ബ് എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം നാവായിക്കുളം വളർച്ച ഇടനാഴിയും ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കൊല്ലം, തിരുവനന്തപുരം ജില്ലയുടെ സമഗ്രമായ വളർച്ചയ്ക്കുതകുന്ന ഒരു ടൗൺഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ ഈ തുറമുഖത്തിൻ്റെ വളർച്ച നമ്മെ സഹായിക്കും.
തുറമുഖത്തിൻ്റെ ലാഭത്തേക്കാൾ പ്രധാനം അതുതന്നെയാണ് ഗവൺമെൻറ് കാണുന്നത്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ശക്തമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് വിഴിഞ്ഞം തുറമുഖം തന്നെ രൂപപ്പെട്ടു വന്നത്. വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായിട്ട് സംസ്ഥാന ഗവൺമെൻറ് ഇതിനകം 5595.34 കോടി രൂപയാണ് ചെലവിട്ടത്. അദാനി ഈ ഘട്ടത്തിൽ ചെലവഴിച്ചത് 2454 കോടി രൂപയാണ്. കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് തരും എന്ന് പറഞ്ഞിരുന്നത് 817 കോടി രൂപയാണ്. അത് സഹായധനം എന്ന രീതി തന്നില്ല, അത് വായ്പ എന്ന രീതിയിലാണ് തന്നിട്ടുള്ളത്. ആകെ 8867.14 കോടി രൂപ. ചുരുക്കി പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ശക്തിയായ സാമ്പത്തിക പിന്തുണയാണ് വിഴിഞ്ഞത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ചത്. കേരള ഗവൺമെൻറ്റിൻ്റെ വികസന കാഴ്ചപ്പാട് അത് സർവതലസ്പർശിയായ മേഖലയിൽ എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കൂടിയാണ് വിഴിഞ്ഞം. യഥാർത്ഥത്തിൽ 1996 നായനാർ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി എന്ന അർത്ഥത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദ് ആസ്ഥാനമായ കുമാർ എനർജി കോർപ്പറേഷനുമായി ചർച്ചകൾ ആരംഭിച്ചത്. 2005 വിഴിഞ്ഞം പദ്ധതി ആദ്യമായി ടെൻഡർ ചെയ്യുന്നത്. ആ ടെൻഡറിലൂടെയാണ് സും കൺസോർഷ്യവുമായി സർക്കാർ കരാർ ഒപ്പിട്ടു. എന്നാൽ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തടസ്സങ്ങൾ വന്നു. കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഈ സും കമ്പനിയുമായിട്ട് ചൈനീസ് ബന്ധം ആരോപിച്ച് രാജ്യരക്ഷാ പ്രശ്നത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അതിനെ തടഞ്ഞു വെച്ചത്. പിന്നീട് വീണ്ടും ഫലപ്രദമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് VS-ൻ്റെ കാലത്താണ് ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ തുടങ്ങിയത്. 2008 സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുകയും റീടെൻഡർ നടപടിയിലേക്ക് കടക്കുകയും ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ ദുരൂഹമായ സാഹചര്യങ്ങളിൽ ഇതിന് അനുമതി നിഷേധിച്ച പശ്ചാത്തലത്തിലാണ്. ദുരൂഹത എന്ന് ഞാൻ പറയുമ്പോൾ അത് ചൈനീസ് സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ സൂം എന്ന് പറയുന്ന കമ്പനി അതിന് ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് അതിനെ അനുവാദം നൽകാതെ നിരസിക്കുന്ന സ്ഥിതി ഉണ്ടായത്. പിന്നീട് റീടെൻഡറിലേക്ക് കടന്നു. ഇതിൻ്റെ ഭാഗമായി ഒരു ഗ്ലോബൽ മീറ്റ് തന്നെ ഗവൺമെൻറ് സംഘടിപ്പിക്കുകയും 40ഓളം ഉന്നത കമ്പനികളാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. ഇതിൻ്റെ ഭാഗമായി ഒരു കമ്പനി നെഗറ്റീവ് ടെൻഡേഴ്സ് സമർപ്പിച്ചു. സാധാരണ ടെൻഡറിൽ നിന്ന് വ്യത്യസ്തമാണ് നെഗറ്റീവ് ടെൻഡർ. അതായത് പണം അങ്ങോട്ട് കൊടുക്കുകയല്ല, പണം ഇങ്ങോട്ട് ലഭിക്കുന്നതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെ 151 കോടി രൂപ സർക്കാരിന് തരാൻ തയ്യാറായ ലാൻകോം കൊണ്ടപ്പള്ളി എന്ന കമ്പനിയുമായി കരാർ അംഗീകരിച്ച് ധാരണാപത്രം ഒപ്പിട്ടു. ഈ കരാറിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ലഭിക്കുകയും ചെയ്തു. ഞാൻ ഈ കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരം ലഭിക്കുന്നത് പോർട്ടൊക്കെ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചില്ല എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്. റോഡ്, വെള്ളം, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 450 കോടി രൂപ LDF സർക്കാർ അനുവദിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ടെൻഡർ നടപടികൾക്കെതിരെ സൂം കൺസോർഷ്യം കോടതിയെ സമീപിച്ചു. ആദ്യത്തെ കമ്പനി നെഗറ്റീവ് ടെൻഡർ വിളിച്ച കമ്പനിയെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുക, അത് സ്വാഭാവികമായിട്ടും
അതിൻ്റെ ശ്രമം അതായിരുന്നു. ഒഴിവാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ കമ്പനിയുടെ ഇടപെടൽ. ഈ വ്യവഹാരത്തിൻ്റെ ഈ നിയമയുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് പരിപാടി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ മനം മടുത്ത് നാൻഗോ കൊണ്ടപ്പള്ളി പദ്ധതി, ഞാൻ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് ടെൻഡറിൻ്റെ ഭാഗമായിട്ട് വന്നവർ പദ്ധതിയിൽ നിന്നും പിന്മാറി. ഈ സാഹചര്യത്തിൽ ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ്റെ IFCയെ കൺസൾട്ടൻ്റായി ഗവൺമെൻറ് നിയമിച്ചു. IFCയുടെ ശുപാർശ പ്രകാരം തുറമുഖം വികസിപ്പിക്കുന്നതിന് യഥാർത്ഥത്തിൽ തീരുമാനമായി. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ തീരുമാനം ഉണ്ടാവുന്നത്. സർക്കാർ ഉടമസ്ഥതയിലുള്ളതും നിർമ്മാണത്തിനാവശ്യമായ തുക സർക്കാർ കണ്ടെത്തുകയും നടത്തിപ്പിന് വേണ്ടി മാത്രം നാമമാത്രമായി സ്വകാര്യ പങ്കാളിത്തം ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു LDF ഗവൺമെൻറ്റിൻ്റെ വിഭാവന ചെയ്ത രീതി. പദ്ധതിയുടെ ചെലവിലേക്കായി IFC വിലയിരുത്തിയ തുകയിൽ 450 കോടി രൂപ ബജറ്റ് വഴിയും 2500 കോടി രൂപ SBT ലീഡ് പാർട്ണറുമായി ബാങ്ക് കൺസോർഷ്യം വഴിയും സമാഹരിക്കാൻ തീരുമാനിച്ചു. SBI നേതൃത്വത്തിലുള്ള യഥാർത്ഥത്തിൽ ഈ പറയുന്ന അവരുടെ നേതൃത്വത്തിലുണ്ടാകുന്ന ഒരു ലീഡ് പാർട്ണർ എന്ന രീതിയിലുള്ള സംവിധാനമാണ് യഥാർത്ഥത്തിൽ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് വന്നത്. LDF സർക്കാർ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 120 ഏക്കർ സ്ഥലം ഏറ്റെടുക്കാൻ നടപടി സ്വീകരിച്ചു. അതിൽ 31 ഏക്കർ ഏറ്റെടുക്കുകയും 71 ഹെക്ടറിൻ്റെ നടപടി നടത്തി വരികയും ചെയ്യുകയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോഡ് വികസനം, ശുദ്ധജല വിതരണം, പുതിയ റോഡുകൾ, വൈദ്യുതി, റെയിൽവേ എന്നിവയെല്ലാം തുക വിലയിരുത്തുകയും പ്രാഥമികമായ പ്രവർത്തനങ്ങൾ തുടങ്ങി വെക്കുകയും ചെയ്തിരുന്നു. പദ്ധതി പ്രദേശത്ത് മറ്റ് നിർമ്മാണങ്ങളൊന്നും അനുവദിക്കുന്നില്ല എന്ന നിലപാട് LDF ഗവൺമെൻറ് സ്വീകരിച്ചു. തുറമുഖത്തിന് മാത്രമായ ശുദ്ധജല വിതരണത്തിന് കേരള വാട്ടർ അതോറിറ്റിയുമായി ചർച്ച ചെയ്ത് പ്രത്യേക പദ്ധതി തീരുമാനിക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് LDFിൻ്റെ ഭാഗമായിട്ട് നടന്നത്. കാരണം ഇതെല്ലാം ഇപ്പോഴും വലിയ ചർച്ച നിങ്ങൾ നടത്തുന്നുണ്ട്. ആരാണ് പങ്കാളി, ആരാണ് ഇതിൻ്റെ ഉടമ എന്നൊക്കെ ചോദിച്ച് ചർച്ച നടക്കണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത്. നിങ്ങൾക്കിതൊന്നും കേൾക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾക്ക് വേറെ പലതുമാണ് കേൾക്കാൻ താല്പര്യം. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ആദ്യം മുതൽ അത് ഭൂമി ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾക്കും പണം ചെലവഴിച്ച് വർക്ക് ചെയ്ത് ഇന്നത്തെ നിലയിൽ എത്തിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. UDF സ്വീകരിച്ച സമീപനം എന്താണ്? 450 കോടി രൂപ സർക്കാർ ബഡ്ജറ്റ് വഴിയും 2500 കോടി രൂപ ബാങ്കുകളുടെ കൺസോർഷ്യം ചുമതലപ്പെടുത്തിയ SBI ക്യാപ്പ് വഴിയും സമാഹരിക്കാൻ LDF സർക്കാർ ആരംഭിച്ച സമയം സുതാര്യമായിട്ടാണ് നടപടികൾ എല്ലാം ഉണ്ടായിരുന്നത്. ആ നടപടിക്രമങ്ങളെ മുഴുവൻ UDF സർക്കാർ അട്ടിമറിച്ചു. ഒന്നാമത് ഇതെല്ലാം അട്ടിമറിച്ചു. ഞാൻ ഈ പറഞ്ഞത് നേരത്തെ പറഞ്ഞില്ല, 450 കോടി രൂപ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളല്ല. അതിൻ്റെ ഭാഗം 2500 കോടി രൂപ കണ്ടെത്താനും SBIയെ അതിൻ്റെ ലീഡർ ബാങ്കായിട്ട് കണ്ടുപിടിക്കാനും കൺസോർഷ്യം ഉണ്ടാക്കാനും തീരുമാനിച്ചതുൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും UDF അധികാരത്തിൽ വന്നപ്പോൾ അട്ടിമറിച്ചു. ഇത്തരത്തിൽ LDF സർക്കാർ കൊണ്ടുവന്ന സുതാര്യമായ രീതികളെ അട്ടിമറിച്ചുകൊണ്ടാണ് UDF പദ്ധതി മുന്നോട്ടേക്ക് പോയത്. LDF സർക്കാർ അധികാരത്തിലെത്തിയതോടെ അദാനിയുമായി ഉണ്ടാക്കിയ കരാർ റദ്ദാക്കാൻ ഇടപെടാൻ പെട്ടാൽ എന്താ ഉണ്ടാകുക? വീണ്ടും കേസും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് തുടരാൻ തന്നെയാണ് ഗവൺമെൻറ് തീരുമാനിച്ചത്. സ്വകാര്യവൽക്കരണ നിലപാടാണ് യഥാർത്ഥത്തിൽ പിന്നീട് UDF കൈകാര്യം ചെയ്തത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് കരാർ ഉൾപ്പെടെ വന്നത്. ആ കരാറിൻ്റെ ഘട്ടത്തിൽ അന്ന് ഞങ്ങൾ വിമർശനം ഉന്നയിച്ചിരുന്നു. സ്വകാര്യവൽക്കരണമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെൻറ് തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയായിരുന്നു. നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ രീതിയിലുള്ള ഒരു പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ എന്നത് മാറ്റി അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് അവരാണ് സ്വീകരിച്ചത്. നെഗറ്റീവ് ടെൻഡറിൽ നിന്ന് സംസ്ഥാന സർക്കാർ 5000 കോടിയിലേറെ ചെലവഴിക്കുന്ന നിലയിലേക്ക് എത്തിയതും
അദാനിക്ക് ഇവിടെ ഇടപെടാനുള്ള അവസരമൊരുക്കിയതും UDF നടത്തിയിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. ഇതിനെയാണ് ഞങ്ങൾ വിമർശിച്ചത്. അന്നും ആ വിമർശനം ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്നും ആ വിമർശനത്തിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. സ്വകാര്യവൽക്കരണ രീതിയോട് ഞങ്ങൾക്ക് അന്നും യോജിപ്പുണ്ടായിരുന്നില്ല. അതിൻ്റെ അർത്ഥം സ്വകാര്യ പങ്കാളിത്തമൊന്നും പാടില്ല എന്നായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കിതിൻ്റെ മലയാള മനോരമ തന്നെ ഒരു വാർത്ത നന്നായിട്ടത് കൊടുത്തു. എപ്പോഴാണ് 1% നമുക്ക് ലാഭവിഹിതം കിട്ടാൻ പോകുന്നത്, അത് എത്ര കൊല്ലം കഴിഞ്ഞാലാണ് കിട്ടുക, അത് കിട്ടിയാൽ തന്നെ എത്രയാണ് പിന്നീട് വളരുക, 1% വർദ്ധിപ്പിച്ച് 40%-ത്തിലേക്ക് എത്ര കൊല്ലം കഴിഞ്ഞാലാണ് എത്തുക എന്നെല്ലാം ഈ കരാറിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ 99% ലാഭവും അദാനിക്ക് ലഭിക്കത്തക്ക രീതിയിലാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കരാർ. ആ കരാർ വ്യവസ്ഥയെ ഞങ്ങൾ അന്നും എതിർത്തിട്ടുണ്ട്. പക്ഷേ ഇന്നും ഞങ്ങൾ ആ എതിർപ്പ് തന്നെയാണ്. പക്ഷേ ആ കരാറിൽ നിന്ന് വിട്ട് പദ്ധതിയാകെ അവസാനിപ്പിക്കത്തക്ക രീതിയിൽ നിലപാടിലേക്ക് പോകരുത് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ ഭാവി കേരളത്തെ കണ്ടുകൊണ്ട് ഈ വിഴിഞ്ഞം പദ്ധതി മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള കാര്യം ഞങ്ങൾ അംഗീകരിച്ച് മുമ്പോട്ടേക്ക് വന്നിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ലോകോത്തരമായ ഒരു തുറമുഖമാക്കി രൂപപ്പെടുത്തുന്നതിന് നമുക്ക് സാധിച്ചു. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ഗവൺമെൻറ് പണം ഉൾപ്പെടെ സാമ്പത്തിക പ്രതിരോധം കേന്ദ്ര ഗവൺമെൻറ് തീർത്ത ഈ പശ്ചാത്തലത്തിലും നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാനും പ്രവർത്തിപ്പിക്കാനും സാധിച്ചതിൻ്റെ ഭാഗമായിട്ട് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇതും സാധ്യമായി എന്ന് പറഞ്ഞാൽ ഒരു പരിപാടിയും നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ UDF ഒരു ഭാഗത്ത്, ഒരു വികസന പ്രവർത്തനവും നടത്താൻ പറ്റില്ല എന്ന് രാഷ്ട്രീയ തീരുമാനം കൈക്കൊണ്ടവരാണ് അവർ. അവരുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല. അവർ പങ്കാളിത്തമില്ലാതിരുന്നത് ഈ പദ്ധതിയെ വഴിക്ക് വെച്ച് തകർക്കാൻ വേണ്ടി ബോധപൂർവമായ കലാപത്തെ തുടർന്ന് പോലീസ് സ്റ്റേഷൻ അക്രമവും ഉൾപ്പെടെ മുഴുവൻ സംഘടിപ്പിച്ച അവർക്ക് ഈ പരിപാടി നടക്കില്ല എന്നായിരുന്നു അവരുടെ ധാരണ. വിമോചന സമരം ഇവിടെ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞവരാണ് അവർ. സ്വാഭാവികമായിട്ട് അവർക്ക് വലിയ രീതിയിൽ ഈ പരിപാടി നടന്ന് മുമ്പോട്ടേക്ക് വരുമ്പോൾ അവർക്ക് പ്രയാസമുണ്ട് എന്നുള്ളത് ഉൾപ്പെടെ കണ്ടുകൊണ്ടാണ് അവർ ഈ പരിപാടി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ജനങ്ങളെല്ലാം അതിശക്തിയായ രീതിയിലുള്ള പിന്തുണയോടുകൂടിയാണ് ഈ പദ്ധതി നന്നായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അടിസ്ഥാനം. നല്ല നിലയിൽ ഗവൺമെൻറ് തീരുമാനിച്ചതുപോലെ തന്നെ വലിയ ചെലവ് ഗവൺമെൻറ്റിന് ഈ സാമ്പത്തിക പ്രയാസത്തിൻ്റെ ഇടയിലും ഏറ്റെടുക്കേണ്ടി വന്നു. അങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് പദ്ധതിയിലെ 1-ാം ഘട്ടം പൂർത്തിയായി. ഇനി 2028 ആകുമ്പോഴേക്ക് 10-20 കൊല്ലത്തിനപ്പുറം പൂർത്തിയാക്കുമെന്ന് കണ്ടിരുന്നത് ഇങ്ങോട്ട് പൂർത്തിയാക്കാൻ പോവുകയാണ്. ആ രീതിയിലുള്ള ഒരു ചരിത്രപ്രസിദ്ധമായ സംഭവമായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത്. അപ്പോൾ കേരളത്തിൻ്റെ വികസനത്തിന് മുതൽക്കൂട്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ടാണ് കാണുന്നത്. അല്ല, BJPയുടെ സാധാരണ രീതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിപാടിയിൽ എങ്ങനെയാണ് അസംബ്ലിയിൽ പ്രാതിനിധ്യമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും ജനപ്രതിനിധികളും ചേരുന്നതാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക പരിപാടിയുടെ ലിസ്റ്റ്. ഇത് പ്രധാനമന്ത്രിയുടെ പരിപാടിയുടെ ഭാഗമായിട്ട് അവർ കൊടുത്ത ലിസ്റ്റിൽ ഇവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവരുടെ പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ ഇവിടെ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ പരിശോധിച്ചാൽ അസംബ്ലിയിൽ പ്രാതിനിധ്യം ഇല്ലാത്ത പാർട്ടിയാണ് BJP. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ഗവൺമെൻറ് പരിപാടിയുടെ ഭാഗമായിട്ട് ക്ഷണിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികളെ സ്വാഭാവികമായിട്ടും ക്ഷണിക്കണം. അത് ക്ഷണിച്ചിട്ടുമില്ല. അപ്പോൾ പരിപാടി തുടങ്ങുന്നത് 2 മണിക്കൂർ മുമ്പ് രാജീവ് ചന്ദ്രശേഖരൻ റെഡിയായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് സ്വയം പരിഹാസിയാകുകയാണ് ചെയ്തത്. പൊതുവെ നമ്മൾ കണ്ടതാണല്ലോ, എല്ലാവരും മാധ്യമങ്ങളെല്ലാം അത് മനസ്സിലാക്കിയതാണ്. പക്ഷേ ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാർ ഈ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ PMO ആണ് അതിനകത്ത് തിരികെ കയറ്റിയെന്നാണ് നമ്മൾ ഉന്നയിച്ചുകൊണ്ട്. തിരികെ കയറ്റുന്നില്ല, അവരുടെ ലിസ്റ്റിൽ തന്നെയുള്ളതാണ് തിരികെ കയറ്റുന്നത്. പക്ഷെ സംസ്ഥാനം കൊടുത്തതാണെന്ന് മന്ത്രി വാസവൻ വാർത്താസമ്മേളനത്തിൽ പറയുന്നതായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ കോൺഗ്രസ് അല്ല, അത് പ്രസിദ്ധീകരിച്ചോട്ടെ. അത് കോൺഗ്രസ്സുകാർക്ക് വേണ്ടി പ്രസിദ്ധീകരിക്കുന്നു. ഞങ്ങൾക്കതിൽ യാതൊരു തർക്കമില്ല, ഔദ്യോഗികമായിട്ടും തർക്കമില്ല. തർക്കമില്ലാതെ എന്താ PMO എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, പ്രൈം മിനിസ്റ്റർ ഓഫീസ് നൽകുന്നതാണ് ലിസ്റ്റ്. ആ ലിസ്റ്റ് അനുസരിച്ച് മാത്രമേ അവിടെ ആൾക്ക് പ്രവേശനമുള്ളൂ, ഇരിക്കാനും പറ്റുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ രാജീവ് ചന്ദ്രശേഖരൻ വന്നത്.
മന്ത്രി പറയുന്നത് ഇവിടുന്ന് നമ്മൾ ഇത്രയും ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? അല്ല, മന്ത്രി പറഞ്ഞ മറിച്ചാണല്ലോ. മന്ത്രി എന്താണോ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഇവിടെ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതാണ് കാര്യം. ഇനി മന്ത്രിൻ്റെ പേര് പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. മന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്രി പറഞ്ഞത് എങ്ങനെയാണെന്നുള്ളത് ചോദിക്കാം. പോരെ? അത് ശരിയല്ല എന്നർത്ഥം. വലിയ തർക്കമാണ്. അതെ, ഞങ്ങൾക്കധികം ഇടപെടേണ്ട കാര്യമില്ല. കോൺഗ്രസിൽ വലിയ തർക്കമാണ്, വലിയ പൊട്ടിത്തെറികളാണ് നടക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ സുധാകരനെ മാറ്റിയാലും സുധാകരനെ മാറ്റിയില്ലെങ്കിലും ഒക്കെ തർക്കമായിരിക്കും. അത് അടുത്ത 2026 കഴിഞ്ഞാലും അവസാനിക്കൂല. ഞങ്ങൾക്ക് കോൺഗ്രസ് അല്ലേ, കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആര് മാറിയാലും മാറിയില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ? ഞങ്ങൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരാന്ന് നോക്കിയിട്ട് നിലപാട് സ്വീകരിക്കുന്നവരൊന്നുമല്ല. കോൺഗ്രസിൻ്റെ പ്രസിഡന്റിൻ്റെ പ്രശ്നമല്ല ഇവിടെ, അവിടെ നിലപാടും നയവുമാണ് പ്രശ്നം. കോൺഗ്രസ് ഈ കാലം അത്രയും ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളിമാരായിട്ട് ടാറ്റയെയും ബിർളയെയും അദാനിയെയും അംബാനിയെയും ഒക്കെ വളർത്തിയെടുക്കുക എന്നുള്ള, ഭൂപ്രഭുക്കന്മാരെ നിലനിർത്തുക എന്നുള്ള സാമ്രാജ്യത്വ സാമ്പത്തിക ശക്തികൾക്ക് പൂർണ്ണമായിട്ട് അടിവറ പറയുന്ന നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. അത് തന്നെയാണ് BJP. ഒരു വ്യത്യാസമില്ല, അന്നുമില്ല ഇന്നുമില്ല, ഒരേ വർഗ നിലപാടാണ്. പൊട്ടിത്തെറിയാവും നല്ല രീതിയിൽ. അത് ശക്തിയായിട്ടാണല്ലോ ഇപ്പോൾ ഉള്ളത്. അതാണല്ലോ ഇപ്പോഴത്തെ നില. വളരെ ശക്തിപ്പെട്ട നിലയാണുള്ളത്. കാരണം 2 ഗ്രൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും. അദ്ദേഹം തന്നെ പറഞ്ഞില്ല, എന്നെ മൂലക്കിരുത്താൻ ശ്രമിക്കുക. ഞാനിന്ന് പറയേണ്ട വെച്ചാൽ എന്നെ മൂലക്കിരുത്താൻ ശ്രമിക്കുകയാണ് പാർട്ടിക്കകത്ത് തന്നെയുള്ള ഒരു ഗ്രൂപ്പും നേതാവും. അത്രയും പറഞ്ഞ സ്ഥിതിയിൽ ആരാണ് എന്ന് നിങ്ങൾക്കെല്ലാം വ്യക്തമല്ലേ? എൻ്റെ ഞാൻ പറഞ്ഞില്ല. യഥാർത്ഥത്തിൽ സുധാകരനെ മാറ്റാൻ ഔദ്യോഗികമായിട്ട് അവർ തീരുമാനിച്ചു എന്നൊരു ഭാഗം, മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് സുധാകരൻ, മാറ്റാൻ പാടില്ല എന്ന് മുരളി പറഞ്ഞത് വളരെ കൗതുകത്തോടുമില്ലേ നമ്മളെല്ലാം കണ്ടത്. നിങ്ങളെല്ലാം കണ്ടില്ലേ? എന്താ പത്രത്തിൽ ഫോട്ടോ കണ്ടാലെങ്കിലും മനസ്സിലാകുന്ന ആളാവണം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വിമർശനം മനസ്സിലായില്ലേ? അവർ പറയുന്ന ഒന്നാമത്തെ അമ്പലക്കാരനെ പറ്റി പറഞ്ഞാൽ മതി. തരൂര് ഒപ്പം ചേർന്നിട്ടുണ്ട്, ഇവരെല്ലാം ഒപ്പം ചേർന്നിട്ടുണ്ട്, രമേശ് ചെന്നിത്തല ഒക്കെ ഒപ്പം തന്നെയുണ്ട്. അപ്പോൾ വളരെ ശക്തമത്തായ ഒരു തർക്കം കോൺഗ്രസിൻ്റെ അകത്ത് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ആര് അപ്പോൾ അത്രയേ ഉണ്ടായിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ മതി. ഉള്ളതല്ലേ ആവുള്ളൂ, അങ്ങനെയല്ലേ? ഉള്ളതല്ലേ ആകാൻ പറ്റുള്ളൂ. അങ്ങനെയായിട്ടുണ്ടാവാൻ മനസ്സിലാക്കിയാൽ നിങ്ങൾ. ഞാനൊന്നും അതിനോട് പറയുന്നില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? സ്വകാര്യവൽക്കരണത്തെ പൂർണ്ണമായി എതിർക്കുന്ന രീതിയല്ല ഞാൻ പറഞ്ഞത്. ഇല്ല, ഞാൻ പറഞ്ഞതൊന്നും കൂടി പറയാം. സ്വകാര്യവൽക്കരണത്തെ പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണം എന്നുള്ളതല്ല ഞങ്ങളുടെ അടുത്ത നിലപാട്. മുൻകൈ ഗവൺമെൻറ്റിന് അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ മറ്റ് മൂലധന ശക്തികളെയും ഉപയോഗിക്കേണ്ടി വരും. അതിനൊന്നും ഞങ്ങൾക്ക് യാതൊരു നിലപാട് വ്യത്യാസവുമില്ല. 18ാം പാർട്ടി കോൺഗ്രസ്സാണ് ഈ നിലപാട് സ്വീകരിച്ചത്. ADB വായ്പയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ CPIM ഗവൺമെൻറ്റുകൾ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഗവൺമെൻറ്റുകൾ എടുക്കേണ്ടുന്ന നിലപാട് ജനവിരുദ്ധമല്ലാത്ത, വലിയ രീതിയിൽ കെട്ടുപാടുകളില്ലാത്ത മൂലധനത്തെ നാടിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി ഉപയോഗിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് CPIMൻ്റെ 18ാം പാർട്ടി കോൺഗ്രസ് തന്നെ കൃത്യമായ നിലപാട് സ്വീകരിച്ച് രാജ്യത്തെ ജനങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒപ്പം ചേർന്ന് പലതും പറയാനും പറയാം. അല്ലാണ്ട് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചർച്ചയിലേക്കൊന്നും ഇപ്പം പോകേണ്ട കാര്യം പാർട്ടിക്കില്ല. സ്വകാര്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ വലിയ വല്ലാതെ വിഷമം വന്ന് പോകുന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. അതെ, അദാനിയെ പാർട്ണറായിട്ടല്ല ഉദ്ദേശിക്കുന്നത്. അദാനിയുടെ സഹായം കൂടി ചേർത്തുകൊണ്ട് ആ പദ്ധതി വിജയിപ്പിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. അതിന് കരാറുണ്ടാക്കിയപ്പോൾ ആ കരാറിൽ സ്വകാര്യവൽക്കരണമായിരുന്നു അവരുദ്ദേശിച്ചത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ അകത്തൊരു ഭാഗം തന്നെയാണ്
സ്വകാര്യവൽക്കരണത്തിൻ്റെ തന്നെ ഭാഗമാണ്. പക്ഷേ ഞങ്ങളത് അവസാനിപ്പിച്ചിട്ടില്ല. കാരണം ഒരു ഗവൺമെൻറ് തുടർച്ചയായിട്ടാണ് ഞങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇതെല്ലാം അവസാനിപ്പിക്കാൻ പോകുകയാണെന്ന് തീരുമാനിച്ചാൽ ഉടനെ കേസും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നമാവും. ആ പരിപാടി നടത്താതാവും. അങ്ങനെ നടക്കാതിരിക്കണം എന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അത് തുടരാൻ തീരുമാനിച്ചത്. കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഒരു സ്വകാര്യ മുതലാളിയെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, മലയാളത്തിലേ പറയുന്നത്. 18ാം പാർട്ടി കോൺഗ്രസ്, CPIM-ന്റെ 18ാം പാർട്ടി കോൺഗ്രസ് മൂലധന ശക്തികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന കാര്യം ADB വായ്പ ഓർമ്മയില്ലേ? അതുപോലെ തന്നെ അങ്ങനെയാണ്. അത് ഉപയോഗിച്ചത് അങ്ങനെ ചരടില്ലാതെ വായ്പകൾ, ചങ്ങലാന്ന് നേരത്തെ പറഞ്ഞില്ലേ, കയറ് കെട്ടിവലിക്കുന്ന രീതി ഇല്ലാതെ നിലയിലുള്ള കടം നമുക്ക് വാങ്ങാം, അവരെ നമുക്ക് സമീപിക്കാം, അവരുടെ സ്വാധീനം നമുക്ക് ഉപയോഗിക്കാം. ചൈനയിൽ പോലും അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ 1990കളുടെ ആദ്യമാണല്ലോ അവിടെ കലാപമൊക്കെ സംഘടിപ്പിച്ചത്. ആ കലാപത്തിനെതിരായി ജനങ്ങൾ മുന്നോട്ടേക്ക് വന്നു. കലാപം പൂർണ്ണമായി തകർന്നു. അതിനുശേഷം ഡെങ് സിയാവോപിങ്ങാണ് പറഞ്ഞത്, ഞങ്ങൾ 2020 മാത്രമേ ഒരു പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ അവസാനിപ്പിക്കുന്ന, തൊഴിലില്ലായ്മയും പാർപ്പിട പ്രശ്നവും ഒക്കെ അവസാനിപ്പിക്കുന്ന ഒരു രാജ്യമായിട്ട് വരുള്ളൂ എന്ന് അന്ന് പറഞ്ഞു. 1930 കൊല്ലത്തെ കാലം വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. ആ 30 കൊല്ലക്കാലത്തിനിടയിൽ ആ ചൈന അത്രത്തോളം വളർന്നു. ചൈന വളരുന്നതിന് ഉപയോഗിച്ച് മൂലധനത്തിലെ പ്രധാനപ്പെട്ട മൂലധനം വിദേശ മൂലധനം ഉൾപ്പെടെ ചേർത്തുകൊണ്ടല്ലേ ചൈന വളർന്നത്. അത് ചൈന എന്ന് പറയുന്ന ഒരു വലിയ രാജ്യം, ഇത് കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ സംസ്ഥാനം. ഈ സംസ്ഥാനത്തിൻ്റെ പരിമിതിക്കകത്തു നിന്നുകൊണ്ട് നമ്മുടെ കേരളത്തെ വളർത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് നമ്മുടെ മൂലധനം കൊണ്ട് മാത്രം സാധിക്കാതിരിക്കുമ്പോൾ, സ്റ്റേറ്റ് മൂലധനം കൊണ്ട് മാത്രം സാധിക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്ലാൻ ഫണ്ട് കൊണ്ട് മാത്രം സാധിക്കാതിരിക്കുമ്പോൾ മറ്റ് മൂലധന സ്വരൂപണം നടത്താൻ എന്തൊക്കെയാവും? അപ്പോൾ സഹകരണമാവാം, സ്വകാര്യ മൂലധനം ഉപയോഗിക്കാം. അങ്ങനെ നിരവധി മൂലധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വളർച്ച, കേരളത്തിൻ്റെ വികാസം, കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ, ശക്തിപ്പെടുത്തണം എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ കണ്ടതിന് പാർട്ടിയുടെ അംഗീകാരം നൽകിയതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, ഇതിപ്പോൾ 24ാം പാർട്ടി കോൺഗ്രസ്സാണ് കഴിഞ്ഞത്. 18ാം പാർട്ടി കോൺഗ്രസ് മുതൽ ഞങ്ങൾ ഈ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് പാർട്ടിക്കകത്ത് എന്തൊക്കെയോ വലിയ ആക്ഷേപമുണ്ടാവും, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, നിങ്ങൾ തിരിച്ചേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവായിട്ട് ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ ചൈനയെ പോലെ ആവില്ല, നമ്മളെ പോലെ ആവില്ല. നമ്മളെങ്ങനെയാണ് ചൈനയെ പോലെ ആവുക? കേരളത്തെ പോലെ ആവും. കേരളത്തെ പോലെ തന്നെ ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും നേടാനാവാത്ത ഉജ്ജ്വല വളർച്ച നേടിയിട്ടുള്ള ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനം കേരളം തന്നെയാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്, എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു വളർച്ചയുണ്ട്. അത് നമ്മുടെ തന്നെ വളർച്ച രീതിയാണ്. 1957 മുതലും അതിനു മുമ്പും നടത്തിയിട്ടുള്ള രാഷ്ട്രീയ ഇടതുപക്ഷ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കേരളം ഇന്നത്തെ രീതിയിൽ വളർന്നു വന്നിട്ടുള്ളത്. ഇനിയും മുന്നോട്ടേക്ക് പോകും. ഒരു അർദ്ധ വികസിത രാജ്യത്തിൻ്റെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളെ നയിക്കുക എന്നുള്ളതാണ് നവകേരളം. അതാണ് ഉദ്ദേശം. ചങ്ങാത്ത മുതലാളിത്തം ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ചങ്ങാത്ത മുതലാളിത്തം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അത് പറഞ്ഞ മനസ്സിലായി. ക്രോണി ക്യാപിറ്റലിൻ്റെ മലയാളം ചങ്ങാത്ത മുതലാളിത്തം. അതെന്താ അറിയോ? എന്താ ചങ്ങാത്ത മുതലാളിത്തം എന്ന് പറ. വിശദീകരിക്കണം. നോക്കാം, നമുക്ക് വിശദീകരിക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാവണം. ഒന്നുമല്ല ഞാൻ പറയാം. ചങ്ങാത്ത മുതലാളിത്തം എന്ന് പറയുന്നത് 3 ഘടകങ്ങൾ ചേരുന്ന ഒരു പ്രത്യേക മുതലാളിത്ത രൂപമാണ്. അതൊന്ന് ഭരണം നടത്തുന്ന ഭരണവർഗ പാർട്ടി, ഓഹരി വെക്കുന്ന വിഭാഗം. ഞാൻ പറയുന്നത് സമ്പത്ത് എങ്ങനെയാണ് ഇവർ ഓഹരി വെക്കുന്നത്? അത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് തുറക്കുമ്പോൾ കിട്ടുന്ന വലിയ കമ്മീഷനാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ ഭൂസ്വാധി വളർന്നു വന്നത്. അതൊന്ന് ഈ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി, 2 കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ്, 3 ബ്യൂറോക്രാറ്റ്സ്, ഉയർന്ന ഉദ്യോഗസ്ഥ വൃന്ദം. ഈ 3ഉം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ മൂലധനമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആയിരക്കണക്കിന് ചുളുവിൽ വെച്ച് അതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന ലാഭം കൊണ്ട് കൊഴുത്ത് തടിക്കുന്ന ഈ 3 വിഭാഗത്തെയാണ് ക്രോണി ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. അതും ഇതും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ഇതിൻ്റെ ഒരു ബന്ധമില്ല. അതും ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഇത് വിറ്റ് തുറക്കുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ തന്നെ പങ്കാളിത്തത്തോടുമാണ് ശക്തിയായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. അത് സ്വകാര്യവൽക്കരിക്കാനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് ഞങ്ങൾ വിമർശിച്ചത്. ഇപ്പോഴും നല്ല രീതിയിൽ ഗവൺമെൻറ് അത് ഞാൻ പറഞ്ഞില്ലേ, കണക്ക് പറഞ്ഞില്ലേ,
ഇപ്പോൾ ഉള്ളത് പരിമിതമായ സ്വകാര്യവൽക്കരണമാണ്. പരിമിതമായ സ്വകാര്യവൽക്കരണം രൂപം തന്നെയാണ്. പരിമിതമായ സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, മൂലധന നിക്ഷേപത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴോ കടം വാങ്ങുമ്പോഴോ സ്വകാര്യ മൂലധനം വാങ്ങുന്നതിന് ഞങ്ങൾ ഇതിലല്ല. അത് ഞാൻ നേരത്തെയും പറഞ്ഞു, ഇപ്പം പറഞ്ഞു, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താ ഉത്തരം കിട്ടേണ്ടത്? പിഴവുണ്ട് എന്നാണോ ഉത്തരം കിട്ടേണ്ടത്? അല്ല, വേണ്ട, ഇല്ലാന്നാണോ? ഞാൻ പറഞ്ഞില്ല, മലയാളം നിങ്ങളോട് ഇത്രയും പറഞ്ഞത്. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും പിന്നെ വീണ്ടും എന്നെ കൊണ്ട് ഇന്ന കാര്യം പറഞ്ഞാലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ പറയണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല. നിങ്ങൾക്കറിയാലോ, അതറിയാലോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല എന്ന കാര്യം നിങ്ങൾക്കറിയാലോ. അത് മനസ്സിലാക്കിയാൽ മതി. ആരാ രാഷ്ട്രീയം പറയാതിരിക്കുന്നത്? ആരാ രാഷ്ട്രീയം പറയാതിരിക്കുന്നത്? എല്ലാവരും രാഷ്ട്രീയം തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മുഖ്യമന്ത്രി പറഞ്ഞതും രാഷ്ട്രീയമാണ്, പ്രധാനമന്ത്രി പറഞ്ഞതും രാഷ്ട്രീയമാണ്, വാസം പറഞ്ഞതും രാഷ്ട്രീയമാണ്. എല്ലാവരും പറഞ്ഞ രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയമില്ലാണ്ട് പിന്നെ രാജ്യം ഉണ്ടാകും. രാഷ്ട്രീയം പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ കുമ്പളങ്ങനെ പറ്റിയാ പറയാ? രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ പ്രസംഗിക്കുമ്പോൾ രാഷ്ട്രീയം തന്നെയാണ് പ്രസംഗിക്കുക. പിന്നെ നിങ്ങൾക്ക് ചോദിക്കേണ്ടുന്ന ചോദ്യം ഇങ്ങനെയായിരുന്നു വേണ്ടത്, കക്ഷി രാഷ്ട്രീയം പറയണമെന്നുള്ളത് മാത്രമാണ്. കക്ഷി രാഷ്ട്രീയം പറയേണ്ട കാര്യമുണ്ട്. കക്ഷി രാഷ്ട്രീയവും കൂടി പറഞ്ഞു, അതാ പറഞ്ഞു. അത് ശരിക്കും അങ്ങനെ പറയേണ്ടിണ്ടായിട്ടില്ല. കക്ഷി രാഷ്ട്രീയം പറയേണ്ടിണ്ടായിട്ടില്ല. പോരെ, രാഷ്ട്രീയം പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷെ കക്ഷി രാഷ്ട്രീയം പറയണ്ടേ? അത് വെറുതെ പറഞ്ഞാണ്. കാരണം എന്താ അറിയാം, അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ആദ്യം, നിങ്ങൾക്കൊരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിപാടികളിലും അവിടെയുള്ള അംഗീകൃത രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെ വിളിക്കാറുണ്ട്. അങ്ങനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്, പോവുകയും ചെയ്യുന്നുണ്ട്. എല്ലാപ്പോഴും പോയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ തീർച്ചയായിട്ടും ജില്ലാ സെക്രട്ടറി പോകും. അതൊരു വാർത്തയായിട്ട് മനോരമ കൊണ്ടുവന്നേ ഇത് ഇന്ന്. അത് പിന്നെ എപ്പോൾ എല്ലാ സന്ദർഭത്തിലുള്ള ഒരു പണിയാണല്ലോ. രാകേഷ് ക്ഷണിക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെ മുഴുവൻ ക്ഷണിച്ചിട്ടുണ്ടല്ലോ അവിടെ. അതിനെന്താ പിന്നെ വേറെ പ്രത്യേക ക്ഷണം എന്തേണ്ടത്? അവിടുത്തെ ജില്ലാ പരിപാടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖ പാർട്ടി നേതാവ് തന്നെയല്ലേ. പാർട്ടി നേതാവ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി തന്നെയാണല്ലോ. ചിലപ്പോൾ വേറെ ആരെങ്കിലും അവിടെ ക്ഷണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ പ്രസംഗിക്കുന്നുണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. രണ്ടാളെ പ്രസംഗിക്കേണ്ടതില്ല. ഒരാളെ പ്രസംഗിക്കുന്നതിന് പകരം രണ്ടാളെ പ്രസംഗിച്ചാൽ മനസ്സിലാക്കാം. പങ്കെടുത്തതിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് വിമർശിക്കുന്നത്? ഇപ്പം ഞാൻ വരുമ്പോഴതാണ് പറഞ്ഞത്. തീപിടുത്തല്ല, നേരത്തെ പോലെ പുക വരുന്നുണ്ടെന്നുള്ളത്. അത് പരിശോധിച്ചുകൊണ്ടിരിക്കുക. അത് പരിശോധിക്കുന്നതിനിടയിലാണ് പോകേണ്ടത്. ആൾക്കാരെ പ്രവേശിപ്പിക്കരുതായിരുന്നു, അങ്ങനെ അതിലൊരു വീഴ്ച പറ്റിയെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തെ അന്വേഷണം നടക്കുമ്പോഴാണ് വീണ്ടും ഈ ഒരു അപകടം അല്ലെങ്കിൽ ഒരു അപാകതം. അല്ല, ഇത് പുതിയ പട്ടണത്തിലൊന്നും അല്ലല്ലോ. ഇതൊക്കെ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? പരിശോധിച്ചാലേ മനസ്സിലാവൂ. പരിശോധിക്കട്ടെ. ഏതായാലും വളരെ അപകടമില്ലാണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലായത്. ആർക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നവകേരളത്തിലെല്ലാം പൂർണ്ണമായിട്ടും ഒരു തരത്തിലുള്ള ആക്സിഡൻറ്റ് ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. അതൊക്കെയാണ് നവകേരളം. അല്ല, നവകേരളം എന്ന് പറയുന്നത് ഈ ലോകത്തെ 400 കൊല്ലക്കാലത്തെ വികസിത സമൂഹത്തിൻ്റെ ഒപ്പം ഒരു 10-20 കൊല്ലം കൂടി കഴിയുമ്പോഴേക്ക് കേരളീയ ജനതയുടെ ജീവിത നിലവാരം പൊതുവെ മെച്ചപ്പെടുത്തുക എന്നുള്ള പ്രക്രിയയാണ് നവകേരളം. അതിൻ്റെ അകത്ത് എവിടെയോ ഒരു ഇലക്ട്രിക് ഷോക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. അത് വെച്ച് നോക്കിയിട്ട് പിന്നെ അതെന്ത് നവകേരളം എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് എന്ത് ഉത്തരം പറയാനാ? സർക്യൂട്ട് ഘടകമാണ്. അതല്ലേ പരിഹരിക്കുന്നത്. അത് പരിഹരിച്ചുകൊണ്ടിരിക്കും. ഉണ്ടാവും. പ്രശ്നമില്ലാണ്ട് പരിഹരിക്കാൻ പറ്റില്ലല്ലോ. പ്രശ്നമില്ലാണ്ട് പരിഹരിക്കാൻ പറ്റില്ലല്ലോ. പ്രശ്നം ഉണ്ടായാൽ പരിഹരിക്കും. ഉണ്ടാവുകയും ചെയ്യും. പ്രശ്നം ഉണ്ടായിരിക്കില്ല. പ്രശ്നം പലതും ഉണ്ടാവും. ഇനിയും ഉണ്ടാവും. ഈ വികസിത സമൂഹത്തിലും പ്രശ്നം ഉണ്ടാവും. അപ്പോഴും പരിഹരിക്കും. ഒരു നാണക്കേടുമില്ല. എന്ത് നാണക്കേടുന്നതിന്? ICUലൊക്കെ അപകടം സംഭവിക്കുന്നതിന് എന്ത് നാണക്കേടാണെന്ന് നിങ്ങൾ കാണേണ്ടത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ആ വന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ്
ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെ അതിൻ്റെ അകത്ത് വരാവുന്ന എന്തെങ്കിലും തകരാറിൻ്റെ ഫലമായിട്ട് കുഴപ്പമുണ്ടാകുന്നുണ്ട്. ആ കുഴപ്പം പരിഹരിക്കലാണ്ട് വേറെന്ത് വഴി? ശാസ്ത്ര സാങ്കേതിക വിദ്യ തെറ്റാണ്, ഇനി അത് വേണ്ടാതെ പറയാൻ പറ്റും. ഇനി പണ്ടത്തെ പോലെ തന്നെ മണ്ണെണ്ണയും വിളക്കുമായിട്ട് പുറപ്പെടാന്ന് പറഞ്ഞാൽ നടക്കുമോ? അപ്പോൾ അത് പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകും. പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെയേ പറ്റുള്ളൂ. പക്ഷെ അതുപോലെ ഈ കഴിഞ്ഞ ഈ ഒരു മാസക്കാലത്തിനിടയിൽ 3 കുട്ടികളാണ് ഈ പേവിഷബാധ ഏറ്റ് മരിക്കുന്നത്. ഈ 3 പേരും വാക്സിനേഷൻ എടുത്തവരാണ്. തെരുവുനായ്ക്കളാണ് ആക്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം ഗുരുതര സ്വഭാവത്തോടെ വാക്സിൻ എടുത്തവരാണെങ്കിലും വാക്സിൻ എടുത്തതാണ്. അപ്പോൾ വാക്സിൻ്റെ ആധികാരികതയാണ് അത് ചോദ്യം ചെയ്യപ്പെടുന്നത്. അതിന് മന്ത്രി പറഞ്ഞ ഉത്തരം വളരെ കറക്റ്റാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള പരിശോധനയിലൂടെയും പൂർണ്ണമായിട്ടും ഇത് യോഗ്യമാണെന്ന് കണ്ടെത്തിയിട്ടുള്ള വാക്സിനാണ് കൊടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എവിടെ നിന്നും കൊണ്ടുവന്നിട്ടുള്ളൊരു വാക്സിൻ കൊടുത്തതല്ല. എല്ലാം ഗവൺമെൻറ് സംവിധാനത്തിന് ഗവൺമെൻറ് സപ്ലൈ ആണ്, അതിൻ്റെ ഭാഗമായിട്ട് കൊടുത്തത് തന്നെയാണ്. ഈ തെരുവുനായ നിർമ്മാർജ്ജനം കൂടി ഫലപ്രദമായി കാണേണ്ടത്. കാരണം തെരുവുനായകളെ നിർമ്മാർജ്ജനം കൂടി ഫലപ്രദമായി കാണേണ്ടത്. കാരണം SAT ആശുപത്രിയിൽ കുട്ടികൾ ചികിത്സയ്ക്ക് വരുമ്പോൾ പോലും ഒരു 20 കുറയാതെയുള്ള നായകൾ അവിടെ ആ പരിസരത്ത് അടഞ്ഞിരിഞ്ഞ് നടക്കുകയാണ്. അത് ഈ കുട്ടി ചികിത്സയിൽ കഴിക്കുന്ന ആശുപത്രിയാണെന്നുള്ള കാര്യം കൂടി അത് ഒരു ആശുപത്രിയുടെ കാര്യം. ആശുപത്രിയിൽ മാത്രമൊന്നുമല്ല, നാട്ടിലെ മുഴുവൻ പട്ടിയും നായകൾ ഒരുപാടുണ്ട്. ഒന്നിനും കൊല്ലാൻ പാടില്ലല്ലോ. അത് മനസ്സിലായില്ലേ? ഇതൊന്നും കൊല്ലാൻ പറ്റില്ല. വന്ധ്യംകരണം മാത്രമാണ് ആകെ ചെയ്യാൻ സാധിക്കുക. അതിനൊക്കെയുള്ള ഒരുപാട് പരിമിതികളും പ്രശ്നങ്ങളും ഉണ്ട്. അവിടെ നായിനെ കണ്ടുപോയി ഉടനെ നമ്മൾ വേറെ ചെയ്താൽ വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കേരളത്തിലല്ല, ഇന്ത്യയിൽ. അല്ലേ? ശരി. ശ്രീമതി പങ്കെടുത്തില്ല.